വെൽക്കം ടു മൈ വേന്യൂ. അപ്പോൾ ഇന്നും നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ കൊണ്ടുവന്നേക്കണം. അതായത് ഭയങ്കര സൂപ്പർ, നമുക്ക് നന്നായിട്ട് ഒരു സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയതാണ്. ശരിക്കും രണ്ട് പോക്കറ്റിന്റെ കുറവുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് കസ്റ്റമൈസേഷൻ ചെയ്യാൻ ഇപ്പം നമ്മൾ ചെയ്ത പീസിൽ പോക്കറ്റ് ഇല്ലാതായിപ്പോയി, അതല്ലെങ്കിൽ നല്ലൊരു സ്റ്റൈലായിട്ട് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം പോക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക 3/4 സ്ലീവ് എല്ലാം ഇട്ടിട്ട് ഒരു ഷോർട്ട് സ്ലീവ് ആയിട്ട് ഇതുപോലെ ഒരു ഷർട്ടിന്റെ സ്ലീവിലേക്ക് കൊടുത്തപ്പം നല്ല അടിപൊളി. നമുക്ക് ഇതുപോലെ ഒരു വേറെ ഞാൻ പറഞ്ഞ വേറെ പാറ്റേൺസ് ഒന്നും ചെയ്തില്ല, സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രേറ്റ് വി കൊടുത്തിട്ട് ഇതുപോലെ എയർലൈൻ പാറ്റേണിലിട്ട് വിത്തൗട്ട് ലൈനിങ് ഒരു കോട്ട് സെറ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. ടോപ്പും ബോട്ടും ഒരേ ഇതിൽ തന്നെ ചെയ്തേക്കുന്നത്, ഒരേ മെറ്റീരിയലിൽ തന്നെ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കളറും കൂടെ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി. ഇതൊരു റോസിന്റെ കളറിലെ റോസ് ഫ്ലവറിന്റെ തന്നെ അങ്ങനത്തെ ഒരു ഡാർക്ക് കളർ, റോസ് ഫ്ലവർ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്, ഒരു വാടാമല്ലിയുടെ ഒക്കെ ഒരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ട്. ഈ ഒരു പാറ്റേൺ ഇതിന്റെ ഈ ഒരു കളർ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ബോട്ടിനൊക്കെ വിത്ത് വി കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്കും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വേണ്ട, ബോട്ടിനൊക്കെ വിത്ത് വി കട്ടിങ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഇതൊരു സ്റ്റൈലാണ്, നമ്മൾ എപ്പോഴും ഒരു വെറൈറ്റി വേറെ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ എയർലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. പോക്കറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ടോപ്പ് ബോട്ടം ഇതേപോലെ ഒരു പലാസോ ബോട്ടം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ സ്ട്രേറ്റ് വി വിത്ത് ഈ ഒരു വി കട്ടിങ്ങിന് ഇങ്ങനത്തെ ഒരു ലുക്ക് ആയിരിക്കും, ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത കളർ ഞാൻ വേറെ ചെയ്ത് കണ്ടു. ഒരു പിസ്ത കളർ എന്നൊക്കെ പറയില്ല, ഒരു വാഴക്കൂമ്പിന്റെ കളറാണ് കേട്ടോ. ഈ പിസ്ത കളറല്ല, ആക്ച്വലി ഒരു വാഴക്കൂമ്പിന്റെ ഒരു കളർ, മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയില്ല, ആ ഒരു കളറാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ എന്താ പറയാ, ഈ ഒരു സ്ലീവ് നമുക്ക് മാച്ച് ആവില്ല എന്നാലും വിചാരിക്കരുത്, എല്ലാവർക്കും സ്യൂട്ട് ആവും. ഇങ്ങനത്തെ ഒരു സ്ലീവ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാം നമുക്കൊരു മടിയായിരിക്കും ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിന്റെ നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തേക്കുന്നത്, സ്ട്രേറ്റ് വി വിത്ത് വി കട്ടിംഗ് ആണ്. സെയിം തന്നെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ബോട്ടം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി, അതായത് അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്യുന്ന ഫാബ്രിക് ഒന്നും അല്ല കേട്ടോ, നല്ലൊരു ജയ്പൂർ കോട്ടൺ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ലുക്ക് ഇതേപോലെ ആയിരിക്കും. ടോപ്പ് ബോട്ടം എയർലൈൻ പാറ്റേണിലേക്ക് ഈ ഒരു പാറ്റേൺ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി ബോട്ടനൊക്കെ വിത്ത് വി കട്ടിംഗ് കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് വേറെ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു പാറ്റേൺ ഇനി സ്ട്രേറ്റ് വി വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ ഈ ഒരു ബോട്ടനൊക്കെ വിത്ത് ഒരു വി കട്ടിങ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വി കട്ടിങ് ആയിട്ട്. ഇതും കുറച്ചൊരു ലൂസ് ഫിറ്റിലാണ് ചെയ്തേക്കുന്നത്, എയർലൈൻ പാറ്റേൺ ആണ്. സ്ലിറ്റും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, സ്ലിറ്റ് പ്ലസ് ഈ ഒരു ബോട്ടം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ നേരത്തെ ഫസ്റ്റ് വേറെ ചെയ്ത ആ കളറും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പീസ് ആകുമ്പോൾ നമുക്ക് അധികം ഡിലേ ഇല്ലാണ്ട് ഈ ഒരു പാറ്റേൺ തന്നെയാണെങ്കിൽ അയക്കാൻ പറ്റും. എന്നാലും നമുക്ക് ഈ സമ്മർ ഇതിന് മുമ്പ് തന്നെ അധികം ഡിലേ ഇല്ലാണ്ട് അയക്കാം കേട്ടോ, കാരണം ഈ ഒരു ടൈമിൽ എല്ലാവരും കോട്ടൺ ആവശ്യപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സിന്റെ അകത്ത് തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യാം. ഓക്കെ, താങ്ക് യു.